Hello everyone. സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ, ഹെൻറിസ് ലോ. റൈറ്റ്, ഹെൻറിസ് ലോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്. ശരിയല്ലേ? അതിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരുപാട് കാര്യങ്ങൾ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹെൻറിസ് ലോ എന്ന് പറയുന്ന ഭാഗം. നമ്മൾ പറഞ്ഞിരുന്ന കാര്യം ഇങ്ങനെയായിരുന്നു. ഹെൻറിസ് ലോയില് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രഷർ. റൈറ്റ്, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡിസ്കസ് ചെയ്തിരുന്നത് കാര്യങ്ങൾ. നോക്കൂ, ഇന്ന് അതിന്റെ അപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ? റിയൽ ലൈഫിൽ നമ്മൾ ഇതൊക്കെ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അതാണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക്, എല്ലാവർക്കും ഫാമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ് കൊക്കോകോള. റൈറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഇവരിൽ നിങ്ങൾക്കറിയാം, അത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് പോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ, ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് പിക്ചറിന്റെ ഉള്ളിൽ അല്ലെ, എന്താ സംഭവിക്കുക? അതിനുള്ളിൽ ഫിസ് ഉണ്ടാവുന്നു അല്ലെ, ബബിൾസ് ഉണ്ടാവും. എന്താണ് ഇതിനുള്ള കാരണം? നമുക്കറിയാം ഇതിനുള്ള കാരണം എന്താണ്? മറ്റൊന്നുമല്ല, ഇതില് ധാരാളം അല്ലെ ബബിൾസ് ഫോം ചെയ്യും. ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം അല്ലെ. ഈ ബബിൾ ഫോർമേഷന് കാരണം ഈ കൊക്കോകോള എന്ന് പറഞ്ഞ ഡ്രിങ്കിലെ മേജർ പാർട്ടായിട്ടുള്ള സോൾവെന്റില് ഡിസോൾവ് ചെയ്തിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ശരിയല്ലേ? എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എസ്കേപ്പ് ചെയ്യുന്നതാണ്. ആ ഗ്യാസ്, ഡിസോൾവ്ഡ് ഗ്യാസ് എസ്കേപ്പ് ചെയ്യുന്നതാണ് അതിനുള്ള എന്തിന് കാരണമാവുന്നത്? ബബിൾ ഫോർമേഷന് കാരണമാവുന്നത്. നോക്കൂ, അപ്പോ അത് എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കഴിയുമ്പോഴാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലെ പിക്ചറിൽ കാണാം, കൊക്കോകോള പോലുള്ള ബോട്ടിൽസ് എല്ലാം എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? സീൽഡ് ആയിരിക്കും. ശരിയല്ലേ? അതാണ് അവിടുത്തെ പോയിന്റ് പറയുന്നത്. എന്താ പറയുന്നത്? ടു ഇൻക്രീസ് ദ സോലിബിലിറ്റി ഓഫ് CO2 gas, like CO2 in soft drinks and soda water. The bottles is sealed under pressure എന്ന് പറഞ്ഞാൽ ബോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഹൈ പ്രഷറിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? സീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരിക്കലും ആ സീൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് എസ്കേപ്പ് ചെയ്യുന്നത്. പിടികിട്ടിയല്ലോ? അപ്പൊ പ്രഷർ ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആ ലിക്വിഡില് മുഴുവനായിട്ടും ഡിസോൾവ് ആയിരിക്കുക. ഇൻ കേസ് ഓഫ് ഏതെങ്കിലും ഒരു കേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അതിലെ പ്രഷർ എപ്പോഴെങ്കിലും കുറയാണെന്നുണ്ടെങ്കിൽ, അതായത് എപ്പോഴാണ് പ്രഷർ കുറയുന്നത്? ആ സീൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. ആ പ്രഷർ കുറയുന്ന സമയത്ത് സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഇൻസോലിബിൾ ആയിട്ടുള്ള ഗ്യാസസ് ലിക്വിഡിൽ നിന്നും എന്ത് ചെയ്യുന്നു? എസ്കേപ്പ് ചെയ്യുന്നു. ശരി, നമുക്ക് അടുത്ത അപ്ലിക്കേഷനിലേക്ക് കടക്കാം. നോക്ക്, നിങ്ങൾക്ക് ആ പിക്ചറിൽ എന്ത് കാണാൻ പറ്റും അല്ലെ? നമ്മൾ പലപ്പോഴും ഡിസ്കവറി ചാനൽസ് എല്ലാം കാണുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് എന്ത്? അതായത് കടലിന്റെ വളരെ അടിത്തട്ടിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരു ബോട്ടിൽ നിന്നും അല്ലെ സീ അല്ലെ ഇൻ ടു ദ സീ ജമ്പ് ചെയ്യാണ് അല്ലെ, ഓഷ്യൻസിന്റെ അണ്ടർഗ്രൗണ്ട് വരെ പോയി അവിടുത്തെ അക്വാട്ടിക് സ്പീഷീസിനെ കുറിച്ചിട്ടും പ്ലാന്റ്സിനെ കുറിച്ചിട്ടും ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ എന്താ വിളിക്കുക? ഇവരുടെ സ്ക്യൂബ ഡൈവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ശരിയല്ലേ? ഈ സ്ക്യൂബ ഡൈവേഴ്സിന്റെ പിക്ചറിൽ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവര് ഒരു എന്ത് ക്യാരി ചെയ്യുന്നുണ്ട്? ഒരു സിലിണ്ടർ ക്യാരി ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? എന്തിനാ സിലിണ്ടർ ക്യാരി ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ അല്ലെ. അത് ആർക്ക് മാത്രമാണ് ഇൻഹെയിൽ ചെയ്യാൻ പറ്റുക? അക്വാട്ടിക് ആനിമൽസ്, അതായത് ഫിഷിനൊക്കെയാണ് കൂടുതലായിട്ടും അത് എന്ത് ചെയ്യാൻ പറ്റുക? ബ്രീത്ത് ചെയ്യാൻ പറ്റുക. നമുക്ക് അത് ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രീത്തിങ് ഗ്യാസ് കൊണ്ടുവന്നു. നോക്കൂ, ആ ബ്രീത്തിങ് ഗ്യാസിൽ എയർ ഉണ്ട്, ബ്രീത്തിങ് എയർ, അതിൽ ഓക്സിജൻ, നൈട്രോജൻ. ഇതിന് പുറമെ ആ പറഞ്ഞിട്ടുള്ള ബ്രീത്തിങ് ഗ്യാസിന്റെ സിലിണ്ടറിലെ ഹീലിയം കൂടി എന്ത് ചെയ്യുന്നു? ഫിൽ ചെയ്യുന്നു. എന്തിനാണ് ഇത് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലെ ആദ്യത്തെ പോയിന്റ് തന്നെ നമ്മൾക്ക് നോക്കി നോക്കാം. ദ ടാങ്ക്സ് യൂസ്ഡ് ബൈ സ്ക്യൂബ ഡൈവേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം to avoid a medical condition called bend. ശ്രദ്ധിക്കണം, ബെൻഡ് ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ് എന്നാണ് പറയുന്നത്. എന്താണ് ബെൻഡ് എന്നുള്ളത് നമ്മൾ തൊട്ടടുത്ത പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നു ആസ് വെൽ ആസ് ദ ടോക്സിക് ഇഫക്ട്സ് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രോജൻ ഇൻ ബ്ലഡ്.
നോക്ക്, നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ആവുന്ന പലതരം ഗ്യാസുകൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും, ശരിയല്ലേ? ഇതിൽ നൈട്രജന്റെ കണ്ടന്റ് ഇൻ കേസ് ഓഫ് അല്ലെ എന്താ ബ്രീത്തിങ്ങിൽ കൂടുതൽ വന്നാൽ അത് നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ആവുന്ന നൈട്രജന്റെ എമൗണ്ട് കൂടുകയും അത് പലതരത്തിലുള്ള ടോക്സിക് എഫക്ട്സ് ഉണ്ടാവാനുള്ള കാരണം ഉണ്ടാക്കും. നോക്കൂ, നമ്മൾ ഓൾറെഡി എവിടെയാണ്? സ്ക്യൂബ ഡൈവേഴ്സ് അണ്ടർ ദ സീ ആണ് അല്ലെ. അപ്പൊ അവിടെ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് എന്തായിരിക്കും? അത്ര എളുപ്പമായിരിക്കില്ല അല്ലെ. അപ്പൊ ആദ്യത്തെ പോയിന്റ്, ഹീലിയം ഫില്ല് ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ കാര്യം എക്സ്ട്രാ നൈട്രജൻ ഡിസോൾവ് ചെയ്യുന്നതിനെ ആര് ബ്ലോക്ക് ചെയ്യും? ഹീലിയം ബ്ലോക്ക് ചെയ്യും. അടുത്ത കാര്യം എന്താ പറയുന്നത് നോക്കി നോക്കൂ. ഹീലിയത്തിന്റെ പ്രത്യേകത, ഹീലിയം എന്താണ് നമുക്കറിയാം. ഇറ്റ് ബിലോങ് ടു ഗ്രൂപ്പ് 18, റൈറ്റ്? ആരാണ് ഗ്രൂപ്പ് 18 ഉള്ളത്? ഇനർട്ട് ഗ്യാസസ്, റൈറ്റ്? അപ്പൊ ഇനർട്ട് ഗ്യാസ് ആയിട്ടുള്ള ഹീലിയം എന്ത് ചെയ്യുന്നില്ല? അത്രത്തോളം ഹാർംഫുൾ ഇഫക്ട്സ് ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ബെൻഡ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്നു. വാട്ട് ഇസ് ബെൻഡ്? അതാണ് അടുത്ത പോയിന്റ് പറയുന്നത് അല്ലെ. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ ഗ്യാസ് അല്ലെ. അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ, ആ എയറിനൊപ്പം തന്നെ പ്രസന്റ് ആയിരിക്കുന്ന മറ്റു പല ഗ്യാസുകളുടെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറ്റ്മോസ്ഫിയർ. അപ്പൊ ആ ഗ്യാഷ്യസ് ലെയർ നമ്മുടെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്കറിയാം ഉയരം കൂടുന്തോറും പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ അണ്ടർ ദ സീ ലെവലിലേക്ക് പോകുന്തോറും അല്ലെങ്കിൽ സീ ലെവലിന് താഴേക്ക് പോകുന്തോറും പ്രഷർ എന്ത് ചെയ്യാണ്? കൂടുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഹെൻറീസ് ലോ പ്രകാരം എന്താ സംഭവിക്കുന്നത്? വെൻ പ്രഷർ ഇൻക്രീസസ്. അപ്പോ സ്ക്യൂബ ഡൈവേഴ്സ് എവിടേക്ക് പോകുന്നത്? നമുക്കറിയാം സീ ലെവലിലേക്ക് താഴെ പോകുന്നത്. ആ സീ ലെവലിൽ താഴെ പോകുമ്പോൾ അവരുടെ മേൽ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. വാട്ട് ഹാപ്പൻസ് ഇഫ് പ്രഷർ ഇൻക്രീസസ്? അല്ലെ, എന്താ സംഭവിക്കുക? പ്രഷർ ഇൻക്രീസ് ചെയ്താൽ amount of gas soluble in blood also increases, ശരിയല്ലേ? അപ്പൊ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് more and more gas നമ്മുടെ ബ്ലഡില് ഡിസോൾവ് ആവും. നോക്കൂ, ലിക്വിഡ് അല്ലേ ബ്ലഡ് എന്ന് പറഞ്ഞത്, അതിപ്പോ ഹെൻറീസ് ലോ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? ഇനി പ്രശ്നം എന്താ? പ്രശ്നം ഇവിടെ ഒന്നല്ല. ഇവർ ഈ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് ബോട്ടിലേക്ക് വരുമ്പോൾ അല്ലെ, അറ്റ് ദ സർഫേസ് ഓഫ് ദി വാട്ടർ അല്ലെ, എന്താ സംഭവിക്കുന്നത്? ഇവർ പൊടുന്നനെ പ്രഷർ കൂടിയ ഏരിയയിൽ നിന്നും കുറഞ്ഞ ഏരിയയിലേക്ക് പൊന്തി വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് ബ്ലഡിൽ അത്ര നേരം ഡിസോൾവ് ചെയ്തിരുന്ന ഓരോ ഗ്യാസുകളുടെ മേളിലും ഉണ്ടാവുന്ന പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. വാട്ട് ഹാപ്പൻസ് ഇഫ് പ്രഷർ ഡിക്രീസസ്? solubility also decreases because directly proportional ആണ് ഹെൻറീസ് ലോ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ solubility ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് അവിടെ വെച്ച് തന്നെ എന്ത് സംഭവിക്കും? ബ്ലഡിൽ സോല്യൂബിൾ ആവാതെ വെസൽസിന്റെ ഉള്ളിൽ എന്തുണ്ടാക്കും? ചില ബബിൾ ഫോർമേഷൻസിന് കാരണമാവുന്നു. ഈ ബബിൾ ഫോർമേഷൻസ് നമ്മുടെ ബ്ലഡ് വെസൽസ് കൊളാപ്സ് ചെയ്യാനുള്ള കാരണമാകുന്നു. ഈ മെഡിക്കൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബെൻഡ്. കിട്ടിയോ? അപ്പൊ നൈട്രജന്റെ ഓവർ സോല്യൂബിലിറ്റി അല്ലെങ്കിൽ പെട്ടെന്നുള്ള എക്സ്പാൻഷൻ ഇത് ബ്ലോക്ക് ചെയ്യാനാണ് ആര് സഹായിക്കുന്നത്? ഹീലിയം ഗ്യാസ് അല്ലെ. എവിടെ ഫില്ല് ചെയ്തിരിക്കുന്നു? സിലിണ്ടേഴ്സ് യൂസ്ഡ് ഫോർ ബ്രീത്തിങ്. കിട്ടിയോ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ അപ്ലിക്കേഷൻ. ഹെൻറീസ് ലോ, സ്ക്യൂബ ഡൈവേഴ്സ് ക്യാരി ചെയ്യുന്ന ബ്രീത്തിങ് ഗ്യാസിന്റെ സിലിണ്ടറിൽ ഹീലിയം ഫില്ല് ചെയ്യുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ബെൻഡ് അവോയ്ഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ടോക്സിക് ഇഫക്ട്സ് അവോയ്ഡ് ചെയ്യാൻ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. മറ്റൊരു കാര്യം എന്താ പറഞ്ഞിരുന്നത്? ബെൻഡ് എന്താണെന്ന് പറഞ്ഞു അല്ലെ. എന്താ? ബബിൾ ഫോർമേഷൻ ഇൻ ബ്ലഡ് വെസൽസ് അല്ലെ. എപ്പോ? വെൻ പ്രഷർ ഡിക്രീസസ് അല്ലെ, പ്രഷർ കുറയും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ശരി, അടുത്ത അപ്ലിക്കേഷനിലേക്ക് കടക്കാം. എന്താ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാലോ, 1-2 പിക്ചേഴ്സ് കാണാം നിങ്ങൾക്ക് അല്ലെ. എന്താ സംഭവം? അത് ക്ലൈംബേഴ്സ് ആണ് അവർ അല്ലെ. ക്ലൈംബേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം എവറസ്റ്റ്, അതുപോലെ തന്നെ എന്താ പറയുന്നത് മൗണ്ട് കേറ്റ് പോലുള്ള അല്ലെ എന്താ പറയുന്നത് പീക്സ് ഒക്കെ കോൺകർ ചെയ്യാൻ പോകുന്ന ഒരുപാട് ആൾക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നോക്കൂ, ഇതിലെ റൈറ്റ് സൈഡിലുള്ള പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ അവിടെയും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബ്രീത്തിങ് ഗ്യാസ് ഉപയോഗിക്കുന്നത്. എന്താണോ ബ്രീത്തിങ് ഗ്യാസ് ഉപയോഗിക്കുന്നത്? ഇത് കടലിന്റെ അടിയിലൊന്നും അല്ലല്ലോ. ശരി, നമ്മൾ തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. എന്താ ചെയ്യുന്നത്? വെൻ വി ഗോ ടു ദ ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് അല്ലെ, ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകും തോറും പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. വാട്ട് ഹാപ്പൻസ് ഇഫ് പ്രഷർ ഡിക്രീസസ് ആസ് പെർ ഹെൻറീസ് ലോ? ഹെൻറീസ് ലോ അനുസരിച്ച് പ്രഷർ ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അറിയാലോ അല്ലെ. എന്ത് സംഭവിക്കും? സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എയർ ഡിക്രീസസ്. അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഗ്യാസ് നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ആവാത്ത ഒരു കണ്ടീഷൻ വരുന്നു. നോക്കൂ, വാട്ട് ഹാപ്പൻസ് ഇഫ് no gas is dissolved in our blood?
ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന ഓക്സിജന്റെ എമൗണ്ട് കുറയുന്നു. ബ്ലഡ് ആണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ടിഷ്യൂസിനും എന്ത് സപ്ലൈ ചെയ്യുന്നത്, ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. അതിന്റെ എമൗണ്ട് കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, നമുക്ക് ക്ഷീണം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, വീക്ക്നിങ് അനുഭവപ്പെടും നമുക്ക് അല്ലെ. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അനോക്സിയ. ഈ ഹിൽ ക്ലൈംബേഴ്സിന് സംഭവിക്കാവുന്ന ഒരു പ്രധാന പ്രശ്നം ഏതാണ്, ഇവർക്ക് ഹാർട്ട് അറ്റാക്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് കാരണം എന്താണ്, ലോ കോൺസെൻട്രേഷൻ ഓഫ് ബ്രീത്തിങ് ഗ്യാസ് അല്ലെങ്കിൽ എയർ ഇൻ ബ്ലഡ് ആണ് ഇതിന് കാരണം ഉണ്ടാവുന്നത് ഹയർ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ. അപ്പോൾ അവിടെ ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് സാധാരണ പ്രഷറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ എന്തുകൊണ്ടുണ്ട്, ബ്രീത്തിങ് ഗ്യാസ് കൊണ്ടുപോകുന്നത്. പിടികിട്ടിന്ന് വിചാരിക്കണം. അപ്പൊ ഇവിടുത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അനാക്ഷിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ. തൊട്ട് മുമ്പേ സ്ക്യൂബ ഡൈവേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്ന കണ്ടീഷന്റെ പേര് എന്തായിരുന്നു, ബെന്റ് അല്ലെ. അങ്ങനെ രണ്ട് മെഡിക്കൽ കണ്ടീഷൻസ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഇതാണ് ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. 3 അപ്ലിക്കേഷൻസ് ആണ് ഇതിനോടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നത്. എന്തായിരുന്നു ഒന്നാമത്തത്, സോഫ്റ്റ് ഡ്രിങ്ക്സിൽ എന്ത് ചെയ്യുന്നു പറയുന്നത്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫില്ല് ചെയ്യുന്ന ബോട്ടിൽസ് എന്ത് ചെയ്യുന്നു, ഹൈ പ്രഷറിൽ സീൽ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാ, ടു ഇൻക്രീസ് ദ സോളിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. രണ്ടാമത്തെ കാര്യം എന്താണ്, രണ്ടാമത്തെ കാര്യം സ്ക്യൂബ ഡൈവേഴ്സ് ഉപയോഗിക്കുന്ന ബ്രീത്തിങ് ഗ്യാസിന്റെ സിലിണ്ടറിൽ എയറിനൊപ്പം ഹീലിയവും ഫില്ല് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു അവോയ്ഡ് കണ്ടീഷൻ കോൾഡ് ബെന്റ്, അതുപോലെ തന്നെ ടോക്സിക് ഇഫക്ട് ഓഫ് നൈട്രജൻ ഇൻ ബ്ലഡ് ഒഴിവാക്കാൻ വേണ്ടി. മൂന്നാമത്തെ കാര്യം പറയുന്നു ക്ലൈംബേഴ്സ് അല്ലെ, അല്ലെങ്കിൽ മൗണ്ടനേഴ്സ് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ബ്രീത്തിങ് ഗ്യാസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹയർ ആൾട്ടിറ്റ്യൂഡിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വളരെ കുറവായിരിക്കും, സോളിബിലിറ്റി ഓഫ് എയർ ഇൻ ബ്ലഡ് കുറവായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ബ്രീത്തിങ് ഗ്യാസിന്റെ സഹായം ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നോർമൽ ബ്രീത്തിങ് പോസിബിൾ അല്ല. ഇതിന് വളരെ ക്ലീൻ എക്സാമ്പിൾ എന്താണെന്ന് അറിയൂ, നോക്കൂ, നമ്മള് ബുള്ളറ്റ് ഒക്കെ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെ ഡ്രീമാണ് നമ്മൾ ലേ ലഡാക്ക് പോകണം അല്ലെ, ബുള്ളറ്റ് റൈഡ് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹം പറഞ്ഞേക്കും. അപ്പൊ അവിടേക്ക് കയറുമ്പോൾ തന്നെ അവർ വളരെയധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, നിങ്ങൾ അവിടെ പോയിട്ട് ഓടാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. കാരണം എന്താ, അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സാധാരണ സീ ലെവലിൽ നിന്നും വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ലേ ലഡാക്കിൽ നിന്ന് നമ്മൾ സെലിബ്രേഷൻസ് നടത്താനോ അല്ലെങ്കിൽ ഓട്ടം ചാട്ടം നടത്താൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, നമുക്ക് ഡെത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ, നമ്മുടെ ഓക്സിജൻ റേറ്റ് ഇൻ ബ്ലഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, അതുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നത്, വല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ശരീരത്തിന് ഓവർ സ്ട്രെസ് കൊടുക്കരുത് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം. ശരി, അടുത്ത ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രഷറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. എന്തിന്റെ പ്രഷറിനെ കുറിച്ചിട്ടാ, സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത കാര്യം എന്താ, ഈസ് ദർ എനി ഡിപ്പെൻഡൻസി ടു ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചറുമായിട്ട് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, എന്താ കാണാൻ പറ്റുന്നത്, ആ സ്ഥലം ഏതാന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ, അതൊരു ഓഷ്യന്റെ ഏറ്റവും ലോവർ മോസ്റ്റ് പോർഷൻ ആണ്, റൈറ്റ്. നിങ്ങൾക്കറിയാം ആ ലോവർ മോസ്റ്റ് പോർഷനിലൊക്കെ വളരെ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളായിരിക്കും അല്ലെ, ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടാണ് ആ സ്ഥലത്ത് ഒരു ധാരാളം മീനുകൾ കാണാനുള്ള കാരണം എന്താണ്? അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും, കടലിൽ പോകുന്ന ആളുകൾക്ക് മീനുകൾ കിട്ടുന്നില്ല എന്നുള്ള ന്യൂസ് കാണുന്നു. എന്തുകൊണ്ടാണ് കാരണം പറയുന്നത്, നമുക്കറിയാം കറന്റ് സിറ്റുവേഷൻ വളരെ ചൂട് കൂടി അല്ലെ. അതുകൊണ്ട് തന്നെ കടലിലെ വെള്ളത്തിന്റെ, അതായത് മുകൾ ഭാഗത്ത് വരുന്ന വെള്ളത്തിന്റെ ചൂട് കൂടുമ്പോൾ അവിടെ കൂടുതൽ മീനുകളെ കാണാനില്ല. എല്ലാവരും എവിടേക്ക് പോകുന്നു, കടലിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ്, ടെമ്പറേച്ചർ വളരെ കുറവാണ്. അപ്പൊ അവിടെ ഒരു പ്രത്യേകത എന്താ, എന്തുകൊണ്ടാണ് അവർ ചൂട് കാരണമാണോ പോകുന്നത്, ചൂട് കാരണം തന്നെയാണ്. പ്രശ്നം എന്താണ്, when temperature of liquid increases അല്ലെ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ് ഡിക്രീസസ്, ശരിയല്ലേ. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതൊരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആണ് സോലിബിലിറ്റിക്ക് ടെമ്പറേച്ചറുമായിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറവ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ മത്സ്യങ്ങൾ കാണാനുള്ള ചാൻസ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ വളരെ കൃത്യമായി ബ്രീത്ത് ചെയ്യാനും മറ്റും സാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി അല്ലെ. നോക്കൂ, അടുത്ത ടോപ്പിക്കിലേക്ക് വന്നാൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഇതൊരു ഫിറ്റ് അല്ലാത്തൊരു ടോപ്പിക് പോലെ നിങ്ങൾക്ക് തോന്നും അല്ലെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ അടുത്തത് പറയാൻ പോകുന്ന ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ലോ അല്ലെ, ആ ലോ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഇൻക്ലൂഡ് ചെയ്തത്. വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ എന്നാണ്. എന്താ വേപ്പർ പ്രഷർ?
കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടായിരിക്കും. ഇറ്റ് ഇസ് എ പ്രഷർ എക്സേർട്ടഡ് ബൈ വേപ്പേഴ്സ്, റൈറ്റ് അല്ലെ? വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു എന്തിൻ്റെയൊക്കെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്? ആ സൊല്യൂഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന സൊല്യൂട്ടിന്റെ വേപ്പർ പ്രഷർ പ്ലസ് സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇക്വേഷൻ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി എന്ന് എഴുതാനുള്ള കാരണം. അവിടെ പ്രത്യേകം പറയുന്നു ലിക്വിഡ് സൊല്യൂഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എങ്ങനെയുള്ള ലിക്വിഡ്? ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ലിക്വിഡുകൾ വോളട്ടൈൽ ആണ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവാപറേറ്റിംഗ് ലിക്വിഡ്സ് ആണ്. ഇവാപറേറ്റ് ചെയ്യുമ്പോൾ എന്തിലേക്ക് മാറുന്ന? ലിക്വിഡ്സ് ഗ്യാസിലേക്ക് മാറും. അപ്പൊ ഗ്യാസ് സ്വാഭാവികമായിട്ടും എന്തുണ്ടാക്കും? പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ പ്രഷേഴ്സിനെയാണ് നമ്മുടെ സൊല്യൂട്ടിന്റെ പ്രഷറിനെ പി ബി എന്നും സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനെ പി എ എന്നും, ആ പി എയും പി ബിയും സം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറയുന്ന സൊല്യൂഷന്റെ എക്സാക്ട് പ്രഷർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. അടുത്തതാണ് പാർഷ്യൽ പ്രഷർ. എന്താണ് പാർഷ്യൽ? അതായത് അവിടെ ഡെഫിനേഷൻ തന്നെ ഇങ്ങനെയാ പറയുന്നത്: ദ പ്രഷർ ദാറ്റ് വുഡ് ബി എക്സേർട്ടഡ് ബൈ വൺ ഓഫ് ദ ഗ്യാസസ് ഇൻ എ മിക്സ്ചർ. അപ്പൊ നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള രണ്ടോ അതിലധികമോ ഗ്യാസുകളുടെ ഒരു മിക്സ്ചറിൽ ഒരു ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എങ്ങനെ? ഇഫ് ഇറ്റ് ഒക്യുപ്പൈഡ് ദ സെയിം വോളിയം ബൈ ഇറ്റ്സ് ഓൺ എന്നാ പറയുന്നത്. അതായത് ആ ഗ്യാസ് തന്നെ താനെ അതേ സിലിണ്ടറിൽ വെച്ചാലും വേറെ ഗ്യാസുകളുടെ ഒപ്പം മിക്സ് ചെയ്താലും ആ ഗ്യാസിന് ഉണ്ടാകുന്ന പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞ ടേമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ട് ടേമാണ്, പാർഷ്യൽ പ്ലസ് വേപ്പർ പ്രഷർ എന്നാണ് വരുന്നത്. അപ്പൊ പാർഷ്യൽ പ്രഷർ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത് നമ്മൾ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ വേപ്പർ പ്രഷർ അല്ലെ? ഇതിന്റെ ഡെഫിനേഷൻ ഇങ്ങനെയാ പറയുന്നത്: ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ വേപ്പർ. ഓക്കെ, വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എവിടെയാ ചെയ്യുന്നത്? ഓൺ ഇറ്റ്സ് ഓൺ ലിക്വിഡ്. അപ്പൊ വേപ്പേഴ്സ് ഏത് ലിക്വിഡിൽ നിന്നാണോ ഉണ്ടായത് അതേ ലിക്വിഡിന്റെ സർഫസിൽ വേപ്പേഴ്സ് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ ഏതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേപ്പർ പ്രഷർ. ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, എന്തായിരിക്കണം? വേപ്പർ ഈസ് ഇൻ ഈക്വിലിബ്രിയം വിത്ത് ദി ലിക്വിഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് അവിടെ ഒരു പിക്ചർ കാണാം അല്ലെ? ആദ്യത്തെ പിക്ചറിലെ ഫസ്റ്റ് പാർട്ട് എന്താ കാണിക്കുന്നത്? അതിന്ന് ഒരു ലിക്വിഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ആ ലിക്വിഡിന്റെ ഉള്ളിൽ നിന്ന് വേപ്പേഴ്സ് എന്ത് ചെയ്യാന്നുള്ളതാണ്? എസ്കേപ്പ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ലിക്വിഡ് ഒരു ക്ലോസ്ഡ് വെസലിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വെച്ചിരിക്കുന്നത്. അങ്ങനെ ലിക്വിഡ് പതുക്കെ എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോ ലിക്വിഡിന്റെ കണ്ടന്റ് കുറയുകയും അതിൽ വേപ്പറിന്റെ കണ്ടന്റ് കൂടുകയുമാണ് രണ്ടാമത്തെ ഭാഗത്ത് കാണിക്കുന്നത്. അങ്ങനെ വേപ്പറിന്റെ കണ്ടന്റ് കൂടുമ്പോൾ വേപ്പേഴ്സ് കൂടുതലാവും തോറും വേപ്പേഴ്സ് എന്ത് ചെയ്യുന്നു? തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവർ തിരിച്ച് ലിക്വിഡ് ആയിട്ട് മാറുന്നു. രണ്ട് പ്രോസസ്സുകളാണ് നടക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കണം, ലിക്വിഡിൽ നിന്നും വേപ്പർ ആകുന്ന പ്രോസസ്സ് വേപ്പറൈസേഷൻ, വേപ്പേഴ്സ് അതായത് ഗ്യാസസ് തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുന്നത് കണ്ടൻസേഷൻ. രണ്ടാമത്തെ ഫിഗറിൽ കാണാം വേപ്പറൈസേഷന്റെ റേറ്റ് കണ്ടൻസേഷനേക്കാൾ കൂടുതലാണ്. ഇങ്ങനെ വേപ്പേഴ്സിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ലിക്വിഡിന്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇങ്ങനെ ലിക്വിഡിന്റെ എമൗണ്ട് കുറഞ്ഞതും വേപ്പറിന്റെ എമൗണ്ട് കൂടുന്നതും എന്ത് സംഭവിക്കുന്നവരൊക്കെ ബിക്കം ഈക്വൽ ടു ആൻ ഈക്വിലിബ്രിയം. അതൊരു ഈക്വിലിബ്രിയത്തിലേക്ക് വരുന്നു. അതാണ് അടുത്തത് കാണിച്ചിരിക്കുന്നത്. ഈ സ്റ്റേറ്റിൽ അവിടെ ഉണ്ടാവുന്ന വേപ്പേഴ്സ് എത്ര പ്രഷറാണ് ലിക്വിഡ് സർഫസിൽ എക്സേർട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. പാർഷ്യൽ പ്രഷറും വേപ്പർ പ്രഷറും ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. നോക്കൂ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഈ ചാപ്റ്ററിൽ. നമ്മൾ ഓൾറെഡി ഏത് ലോ പറഞ്ഞു കഴിഞ്ഞു? ഹെൻറീസ് ലോ പറഞ്ഞു. രണ്ടാമത്തെ ലോ ആണ് റൗൾസ് ലോ. ശ്രദ്ധിക്കണം, RAOULTS, റൗൾസ് ലോ. റൗൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. എന്താ റൗൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ഇനി എസ്പെഷ്യലി ഇവിടെ ശ്രദ്ധിക്കണം, ഈ റൗൾസ് ലോ ഓൺലി അപ്ലിക്കബിൾ ടു ലിക്വിഡ് സൊല്യൂഷൻ ആണ്. ലിക്വിഡ് സൊല്യൂഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ റൗൾസ് ലോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. തൊട്ട് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്ന ടോപ്പിക്കിലും നമ്മൾ പറഞ്ഞിരുന്ന കാര്യം എന്താണ്? ലിക്വിഡ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? അപ്പൊ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒന്നിലധികം കമ്പോണൻസ് ഉണ്ടെങ്കിൽ വേപ്പർ പ്രഷർ എന്ന് പറയാതെ ഓരോ കമ്പോണന്റുകളെയും, ഇപ്പൊ സൊല്യൂഷനിൽ തന്നെ സോൾവെന്റ് ഉണ്ട്, സൊല്യൂട്ട് ഉണ്ട്. സോൾവെന്റും സൊല്യൂട്ടും ലിക്വിഡ് ആണ്. അതുകൊണ്ട് സോൾവെന്റും സൊല്യൂട്ടും എന്താവും? ലിക്വിഡ് സ്റ്റേറ്റിൽ എന്താവും? വേപ്പറൈസിങ്. ആ വേപ്പേഴ്സ് എന്ത് ചെയ്യും? സോൾവെന്റും ഒരു വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും, സൊല്യൂട്ടും ഒരു വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും.
അങ്ങനെയാണെങ്കിൽ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് എന്നും സൊല്യൂട്ടിന്റെ വേപ്പർ പ്രഷറിനെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂട്ട് എന്നുമാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ റൗൾസ് ലോ ഇങ്ങനെയാണ് പറയുന്നത്, ഈ ഒരു ലിക്വിഡ് സൊല്യൂഷൻ, ആ ലിക്വിഡ്സ് വോളട്ടൈൽ ലിക്വിഡ്സ് ആയിരിക്കണം, ഈസിലി ഇവാപറേറ്റ്. ഓക്കെ, വോളട്ടൈലിന്റെ മീനിങ് അതാണ്, ഈസിലി ഇവാപറേറ്റിംഗ്. അപ്പോ അത്തരം ലിക്വിഡുകളുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് ഓർ സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ മോൾ ഫ്രാക്ഷൻസ്. ആ സൊല്യൂഷനിൽ അതിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വഴിയാണ് മോൾ ഫ്രാക്ഷൻ, അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് നമ്മുടെ ലോ പറയുന്നത്. അത് വെച്ച് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. എന്താ ഗ്രാഫ് പറയുന്നത്? പ്രഷർ മോൾ ഫ്രാക്ഷൻ ഡയഗ്രാം അല്ലെ, വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ വരച്ചിരിക്കുക. ആ ഗ്രാഫിന്റെ കോർഡിനേറ്റ്സിൽ എക്സ് കോർഡിനേറ്റ് നോക്കൂ, അതില് ഗ്രാഫ് പറഞ്ഞിരിക്കുന്നു നോക്കൂ, എക്സ് എ അല്ലെ എന്ത് ചെയ്തിരിക്കുകയാണ്? 1 ആണ് ആദ്യം. നമ്മൾ പറഞ്ഞു മോൾ ഫ്രാക്ഷന് വരാവുന്ന മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. ഫ്രാക്ഷൻ എന്നാ പറയുന്നത് അല്ലെ, ഡിവൈഡഡ് ബൈ വരുമ്പോൾ മാക്സിമം എത്രയാണ് അതിന്റെ വാല്യൂ വരിക? 1 അല്ലെ. അപ്പോ എക്സ് എ ഈക്വൽ ടു 1, അത് റൈറ്റിലേക്ക് പോകുന്നവരും കുറഞ്ഞു വരും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കാണാം എന്താ ചെയ്യുന്നത്? സീറോയിൽ നിന്നും വരയ്ക്കുന്ന ഗ്രാഫ്, എക്സ് എ ഈക്വൽ ടു സീറോയിൽ നിന്നും വരയ്ക്കുന്ന ഗ്രാഫ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, കാരണം 0 നിന്ന് 1ലേക്ക് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക എക്സ് ആക്സിൽ. അപ്പോൾ വേപ്പർ പ്രഷറും സോൾവെന്റിന്റെ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. കാണിക്കാനാണ് ഗ്രാഫ് എന്ത് ചെയ്യുന്ന ഒരു ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫുകൾ എങ്ങനെ ഉണ്ടാവുക? ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻസിലാണ് ഉണ്ടാവുക, ശരിയല്ലേ? അതുപോലെ തന്നെ രണ്ടാമത്തെ കമ്പോണന്റ് ആയിട്ടുള്ള സൊല്യൂട്ടിന്റെ കാര്യമാണ് പറയുന്നത്. എക്സ് ബി ഈക്വൽ ടു 0 തൊട്ട് റൈറ്റിലേക്ക് എക്സ് ബി ഈക്വൽ ടു 1 വരെ എന്ത് ചെയ്യാണ്? അത് ഇൻക്രീസ് ചെയ്യാം, ശരിയല്ലേ? അവിടെ ആ ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഇതിനുള്ളിൽ എക്സ് ബി ഈക്വൽ ടു 0 തൊട്ട് 1 വരെ ആവുമ്പോൾ അവിടെയും എന്താ കാണുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്നിട്ട് അതൊരു മാക്സിമം വാല്യൂ P0 ബിയിൽ എത്തി നിൽക്കുന്നു. എക്സ് എ 1 ടു 0 ടു 1ലേക്ക് എത്തുമ്പോഴും അത് P0 എന്ന് പറഞ്ഞ മാക്സിമം വാല്യൂലേക്ക് എത്തുന്നു അല്ലെ. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം P ടോട്ടൽ ഇസ് ഈക്വൽ ടു PA പ്ലസ് PB എന്ന് പറഞ്ഞ ഒരു സ്ട്രേറ്റ് ലൈൻ അല്ലെ. അവിടെ ഇതാണ് എന്ത് പറയുന്നത്? റൗൾസ്. അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ഇന്റർപ്രറ്റ് ചെയ്യാം? അതാണ് നമ്മൾ സ്ക്രീനിൽ കാണാം. ഫസ്റ്റ് കമ്പോണന്റ് എന്താ പറയുന്നത്? PA, പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് അല്ലെ, ഇൻ സൊല്യൂഷൻ ആണ് പറയുന്നത്. PA എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് കാണിക്കുന്നത്? മോൾ ഫ്രാക്ഷൻ കൈ എക്ക് പ്രൊപ്പോർഷണൽ ആണ്. The same way PB, partial vapor pressure of solute, is directly proportional to എന്താണ്? കൈ B. ഇനി അതിനെ എങ്ങനെ മാറ്റാം നോക്കൂ. PA proportional to കൈ A നെ നമ്മൾ ഈക്വൽ ആക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, P0A. വാട്ട് ഇസ് P0A? P0A എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ, അതായത് മിക്സ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് സൊല്യൂഷൻ ആക്കണമെങ്കിൽ എന്താ ചെയ്യണം? സോൾവെന്റും സൊല്യൂട്ടും കൂടി മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്തതിന് മുമ്പ് സോൾവെന്റ് മാത്രമുള്ള സമയത്തുള്ള വേപ്പർ പ്രഷർ ആണ് ഇത് പറയുന്നത് P0A. മിക്സ് ചെയ്തതിന് ശേഷമുള്ള വേപ്പർ പ്രഷർ ആണ് PA. വ്യത്യാസം ശ്രദ്ധിക്കണം, രണ്ടും സോൾവെന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ ആണ്. ഒന്ന് ബിഫോർ മിക്സിംഗ് P0A, ആഫ്റ്റർ മിക്സിംഗ് ആണ് PA എന്ന് പറയും. ഇനി അതേപോലെ തന്നെ PB പ്രൊപ്പോർഷണൽ ടു കൈ ബിനെ നമുക്ക് എന്ത് എഴുതാം? PB is equal to P0B കൈ B എന്ന് എഴുതാം. അതിൽ P0B എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സൊല്യൂട്ട്. ഒരു വോളട്ടൈൽ ആണ്, ലിക്വിഡ് ആണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വയ്ക്കുക. ഇനി ആ രണ്ട് കൂടി ആഡ് ചെയ്താൽ, അതായത് നമ്മുടെ സൊല്യൂഷന്റെ പ്രഷർ എങ്ങനെയാണ് കാണാൻ? നമ്മൾ PA പ്ലസ് PB ചെയ്യും. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? P ടോട്ടൽ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? P0A കൈ A പ്ലസ് P0B കൈ B. ഒരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. അപ്പൊ റൗൾസ് ലോ എന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. റൗൾസ് ലോ എന്താ പറയുന്നത്? സൊല്യൂഷൻ കണ്ടെയ്നിങ് എന്താണ്? 2 volatile liquids എന്ന് പറഞ്ഞത് അല്ലെ. volatile liquids സൊല്യൂഷനിൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് സൊല്യൂട്ട്, അവരെയാണ് കമ്പോണന്റ്സ് വിളിക്കുന്നത്, ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ശരി, അടുത്ത ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് ലോ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാ? ഹെൻറീസ് ലോ പറഞ്ഞു, റൗൾസ് ലോ പറഞ്ഞു. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോണേ. അതിന് രണ്ട് ഇക്വേഷൻസ് കാണാം. ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ എന്താ? P പ്രൊപ്പോർഷണൽ ടു കൈ, P ഈക്വൽ ടു KH ഇൻറ്റു കൈ. അതാണ് ഇക്വേഷൻ നമ്പർ 1. റൗൾസ് ലോയുടെ ഇക്വേഷൻ നോക്കൂ, P ഈക്വൽ ടു P0A ഇൻറ്റു കൈ. 1ഉം 2ഉം കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ടും P ആണ് വന്നിരിക്കുന്നത് പ്രഷർ. റൈറ്റ് ഹാൻഡ് സൈഡിൽ, റൈറ്റ് മോൾ സൈഡിൽ കൈ ആണ് വന്നിരിക്കുന്നത് അല്ലെ. കൈ എന്താ? മോൾ ഫ്രാക്ഷൻ. അതായത് രണ്ട് ഇക്വേഷൻ സിമിലർ ആണ്. അതായത് KH നെ റീപ്ലേസ് ചെയ്തിരിക്കുന്ന ആരെ വെച്ചിട്ടാണ്? P0A വെച്ചിട്ട്.
അപ്പൊ റൗൾസ് ലോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ലിക്വിഡ് സൊല്യൂഷൻ മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത് എന്തിന്റെ സ്പെഷ്യൽ കേസ് ആണ്? ഹെൻറീസ് ലോയുടെ ഒരു സ്പെഷ്യൽ കേസ് ആണ് വേണമെങ്കിൽ പറയാം. കാരണം ഹെൻറീസ് ലോ എന്താ പറയുന്നത്? സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആ പറയുന്നത്. ഇവിടെ പറയുന്നത് വോളട്ടൈൽ ലിക്വിഡ്സിന്റെ കാര്യം, അതായത് വേപ്പർ ആവുന്ന ലിക്വിഡ്സിന്റെ കാര്യം അല്ലെ, അത് അതിന്റെ മോൾ ഫ്രാക്ഷൻ പ്രപ്പോർഷൻ. ഇതാണ് എന്ത് പറയുന്നത്? റിലേഷൻ ബിറ്റ്വീൻ ഹെൻറീസ് ലോ അല്ലെങ്കിൽ ആൻഡ് റൗൾസ് ലോ. റൗൾസ് ലോ ഹെൻറീസ് ലോയുടെ ഒരു ഭാഗമാണ് എന്നാണ് എന്ത് പറയുന്നത്? ഈ കാര്യം പറയുന്നത്. ഇനി അടുത്ത ഭാഗം എന്താ പറയുക? ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഇതിനു മുമ്പ് സൊല്യൂഷൻസിനെ നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്തായിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ? എന്തിന്റെ ബേസിസിലാണ്? ബേസിസ് ഓഫ് നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട് അല്ലെ? ഗ്യാസ് ആണോ ലിക്വിഡ് ആണോ സോളിഡ് ആണോ എന്നുള്ളതിന്റെ ബേസിസിലാണ് ആ ക്ലാസിഫിക്കേഷൻ നടന്നിരുന്നത്. ഇന്നിപ്പോ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ലിക്വിഡ് സൊല്യൂഷൻസിനെയാണ്. എസ്പെഷ്യലി എന്തിന്റെ ബേസിസിലാണ്? റൗൾസ് ലോയുടെ ബേസിസിലാണ്. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്നും, റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും? നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്ന് നോക്കി വെക്കാം. ഐഡിയൽ സൊല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്താലും അവർ എന്ത് ചെയ്യും? റൗൾസ് ലോ ഒബേ ചെയ്യും. എന്താ റൗൾസ് ലോ പറഞ്ഞ? കമ്പോണന്റുകളുടെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇതിന് പുറമെ ഐഡിയൽ സൊല്യൂഷൻസിന് മാത്രമുള്ള ചില പ്രോപ്പർട്ടീസ് ആണ് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ പറയുന്നത്? ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ഡെൽറ്റ മിക്സ് എൻതാൽപ്പി, സോറി എൻതാൽപ്പി ഓഫ് മിക്സിംഗ് അല്ലെ? എൻതാൽപ്പി ചേഞ്ച് ഇൻ മിക്സിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? മിക്സ് ചെയ്യുന്ന സമയത്ത് സോൾവെന്റും സൊല്യൂട്ടും മിക്സ് ചെയ്യുന്ന സമയത്ത് നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് അല്ലെ? ഒരു തരത്തിലുള്ള ഹീറ്റ് പുറത്തു വിടാനോ ഇൻടേക്ക് ചെയ്യാനോ പാടില്ല. അങ്ങനെ വന്നാൽ അതെന്താണ്? അതായത് ഈ പ്രോസസ്സുകളൊന്നും എൻഡോതെർമിക്കോ എക്സോതെർമിക്കോ ആവാൻ പാടില്ല മിക്സ് ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ നമ്മൾ സാധാരണ ഇതിൽ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കാന്ന് വിചാരിക്കും അല്ലെ? ഒരുപാട് വെള്ളത്തിൽ നമ്മൾ 2-3 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യും. എന്തെങ്കിലും തരത്തിലുള്ള ഹീറ്റ് പുറത്തു വിടുന്നുണ്ടോ? ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ആയിരിക്കണം എന്ത് സംഭവിക്കേണ്ടത്? ഇത് ഐഡിയൽ സൊല്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് അല്ലെ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? ചേഞ്ച് ഇൻ എൻതാൽപ്പി 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് ഡ്യൂറിംഗ് പ്രിപ്പറേഷൻ ഓഫ് സൊല്യൂഷൻ. അടുത്ത കാര്യം, രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? വോളിയം ചേഞ്ച് ഡ്യൂറിംഗ് മിക്സിംഗ്. അതും എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് രണ്ടും മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഡിവിജ്വലി ഞാനിപ്പോ പറയാണ് 8 milliliter ഓഫ് വാട്ടർ എടുത്തു അല്ലെ, 2 milliliter ഓഫ് എത്തനോൾ എടുത്തു. ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് 8 + 2 10 milliliter ഓഫ് എന്തേ പാടുള്ളൂ? സൊല്യൂഷനെ കിട്ടാൻ പാടുള്ളൂ. അത് മോർ ദാൻ 10 ആയി കഴിഞ്ഞാലോ ലെസ് ദാൻ 10 ആയി കഴിഞ്ഞാലോ ഇത് എന്തായിട്ട് മാറും? ഐഡിയൽ സൊല്യൂഷൻ അല്ലാതായിട്ട് മാറും. അതാണ് എന്ത് സംഭവിക്കുന്നത്? വോളിയം ചേഞ്ചിന്റെ കാര്യം പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻസ്, ഒരു സൊല്യൂഷൻ ഐഡിയൽ ആണ് എന്ന് പറയണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ഇറ്റ് ഷുഡ് ഒബേ റൗൾസ് ലോ. രണ്ടാമത്തെ കണ്ടീഷൻ അതിന്റെ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിംഗ് മിക്സിംഗ് 0 ആയിരിക്കണം. അടുത്തത് വോളിയം ചേഞ്ച് ഇൻ മിക്സിംഗ് 0 ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് ഒബേ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കും. പിടികിട്ടിയോ? ഈ ഐഡിയൽ സൊല്യൂഷൻസിനെ കൂടുതൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ആരുടെ സഹായം തേടാം? പാർട്ടിക്കിൾ ഇന്ററാക്ഷന്റെ സഹായം തേടാം. എന്താ പാർട്ടിക്കിൾ ഇന്ററാക്ഷൻസിനെ കുറിച്ച് പറയുന്നത്? പാർട്ടിക്കിൾ ഇന്ററാക്ഷൻസിനെ കുറിച്ച് നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യാം? നമുക്കറിയാം ഒരു സൊല്യൂഷനിൽ ഏതൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ടാവുക? സോൾവെന്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇതില് ആദ്യം നമ്മൾ സോൾവെന്റ് ഒരു പാത്രത്തിലും സൊല്യൂട്ട് ഒരു പാത്രത്തിലും എടുത്തു വെച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ ഒരു H2O മോളിക്യൂൾ അടുത്ത H2O മോളിക്യൂൾ ആയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ? അതാണ് നമ്മൾ സ്ക്രീനിൽ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ കാണിക്കുക. ബ്ലൂ ബബിൾസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇന്ററാക്ഷൻ, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഇതേപോലെ തന്നെ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് ആ റെഡ് ബബിൾസ് യൂസ് ചെയ്ത് നമ്മൾ കാണിക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. ഇനി ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ വരുന്ന ഇന്ററാക്ഷൻ ആണ് ഇത് ആ ബ്ലൂവും റെഡും തമ്മിൽ ഉണ്ടാവുന്ന ഇന്ററാക്ഷൻ, സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. കിട്ടിയല്ലോ? ഇതിൽ ഈ 3 ഇന്ററാക്ഷൻസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഇന്ററാക്ഷൻ പറയുമ്പോൾ ഇത് ഫോഴ്സ് ആണ് അല്ലെ? ഈ ഫോഴ്സസ് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആവുന്ന കണ്ടീഷൻസിലെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അവരെ ഐഡിയൽ സൊല്യൂഷൻ. ഏതൊക്കെ ഈക്വൽ ആണെന്ന് പറഞ്ഞേ? സോൾവെന്റ് എ ഇന്ററാക്ഷൻ, സൊല്യൂട്ട് ബി ഇന്ററാക്ഷൻ. ഇത് രണ്ട് ഇന്ററാക്ഷൻസും എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ഇന്ററാക്ഷൻ അത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ വരുന്ന സൊല്യൂട്ട് ഇന്ററാക്ഷൻ ഈക്വൽ ആയിരിക്കും. ഇന്ററാക്ഷൻ കൂടിയാലോ കുറഞ്ഞാലോ വോളിയത്തിൽ എന്ത് സംഭവിക്കും? വ്യത്യാസം വരും. കാരണം ഇവർ അകന്ന് നിൽക്കാൻ ശ്രമിക്കുന്നതോടെ എന്ത് സംഭവിക്കും? വോളിയം കൂടും അല്ലെ? കൂടുതൽ അടുത്ത് വരാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? വോളിയം കുറയും. ഇതല്ലാതെ പാർട്ടിക്കിൾസ് മുമ്പ് എങ്ങനെയാണോ ബിഫോർ മിക്സിംഗ് എങ്ങനെയാണോ ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നത് അതേ മാഗ്നിറ്റ്യൂഡിൽ തന്നെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മിക്സിങ്ങിന് ശേഷവും ഇന്ററാക്ഷൻ വരേണ്ടത്.
ഇനി എന്താണ് നമുക്ക് ഒരു എക്സാമ്പിൾസ് അല്ലെ, ഐഡിയൽ സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആരാണ് റൗൾസ് ലോ കറക്റ്റ് ആയിട്ട് ഒബേ ചെയ്യുന്ന ആൾക്കാർ? നോക്കൂ, നിയർലി റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ഐഡിയൽ സൊല്യൂഷൻ, പെർഫെക്റ്റ്ലി ഐഡിയൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല. നിയർലി ഐഡിയൽ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ഓൾ ഡൈല്യൂട്ടഡ് സൊല്യൂഷൻസ് ആർ നിയർലി ഐഡിയൽ. സൊല്യൂട്ടിന്റെ കണ്ടന്റ് വളരെ കുറവ് മാത്രമുള്ള സൊല്യൂഷൻസ് എല്ലാം ഐഡിയൽ ആണ് എന്ന് പറയും. അതല്ലാതെ നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാമ്പിൾസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൊല്യൂഷൻ ഓഫ് എൻ ഹെക്സൈൻ ആൻഡ് ഹെപ്റ്റൈൻ. നമുക്കറിയാം ലോവർ മെമ്പേഴ്സ് ഓഫ് ആൽക്കെയിൻസ് പൊതുവെ എന്തായിരിക്കും, ഗ്യാസസ് ആയിരിക്കും. ഹയർ മെമ്പേഴ്സിലേക്ക് പോകുന്നവർ അവർ ലിക്വിഡ് ആവും. അപ്പൊ ഹെക്സൈൻ ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ലിക്വിഡ്സ്, ഇവരെന്തായിരിക്കും പറയുന്നത് വോളട്ടൈൽ ലിക്വിഡ്സ്, ഇവരെ മിക്സ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ റൗൾസ് ലോ ഒബേ ചെയ്യുന്നു. അടുത്ത എക്സാമ്പിൾ എന്താ, ബ്രോമോ ഈത്തേൻ ആൻഡ് ക്ലോറോ ഈത്തേൻ. അത് രണ്ടും മിക്സ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ എന്തായിരിക്കും, ഐഡിയൽ ആയിരിക്കും. അതുപോലെ തന്നെ ബെൻസീൻ ആൻഡ് ടൊളൂയിൻ, ഇതും എന്തായിരിക്കും, ഐഡിയൽ സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ഒന്നും കൂടി റീകളക്ട് ചെയ്യുക. ഏതൊക്കെയാണ് ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഏതൊക്കെയാണ്? റൗൾസ് ലോ അല്ലെ, ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻസ്, റൗൾസ് ലോന്റെ ബേസിസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ്. ഏതൊക്കെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞത്? ഐഡിയൽ, നോൺ ഐഡിയൽ. ഇതിൽ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സയൻസ് അക്കാദമിയുടെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ ഉള്ളിൽ കാണാം, അതിൽ കമന്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.